വെൽക്കം ടു ട്രേഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് എങ്ങനെയാവുമെന്ന് നോക്കാം. അതിനായി ആദ്യമായി വൺ ഡേ ചാർട്ടാണ് എടുക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായി മാർക്ക് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് ഓൾ ടൈം ഹൈയിൽ നിന്ന് കിട്ടിയ റിജക്ഷൻ ഏരിയ ആണ്. പിന്നെ മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സ്ട്രക്ചറൽ ചേഞ്ച് തന്ന് മുകളിലോട്ട് പോയ ഏരിയയാണ് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു ഏരിയ. മാർക്കറ്റ് ഏറെക്കുറെ അവിടെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയകൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അനാലിസിസ് നോക്കേണ്ടതുണ്ട്. അതിനുശേഷം അടുത്ത സാധ്യതകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇനി അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസൊന്നും ഇല്ല. മൺഡേ ആണ്, അതായത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ന്യൂസസ് വളരെ കുറവായിരിക്കും. വളരെ റയറായി മാത്രമേ പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്ന് ന്യൂസുകളൊന്നുമില്ല. ഇനി നമുക്ക് തിരിച്ച് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിലോട്ട് വന്നിട്ട് ഫോർവേഡിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. ഫോർവേഡിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ടാണ്. മൺഡേ ആയതുകൊണ്ടായിരിക്കും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ടുണ്ട്. ആ ഒരു ഏരിയനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുന്നില്ല. ആ ഏരിയനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. ഇനി ഫോർവേഡിലെ പ്രധാനപ്പെട്ട ഏരിയകൾ മാർക്ക് ചെയ്യാം. ഫോർവേഡിലെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. പ്ലസ് അവിടെ തന്നെ ഒരു ഇംബാലൻസും കാണുന്നുണ്ട്. ഇനി സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ വരച്ച വൺ ഡേയിൽ വരച്ച ഏരിയനെ തന്നെയാണ് സപ്പോർട്ട് ഏരിയ എടുക്കുന്നത്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട്. അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. ഓൾറെഡി ആ ഇംബാലൻസിനെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇംബാലൻസിന് എടുത്തിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഷാർപ്പ് ഫോൾ ആണ് കഴിഞ്ഞ ദിവസം തന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ ഇംബാലൻസുകൾ ഉണ്ട്, അത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, അത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഫോർ അവറിൽ മാർക്ക് ചെയ്യുന്നത്. മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത് ഒരു സപ്പോർട്ട് ഏരിയയിലാണ്. നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ തന്നിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് പോയി അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് മാർക്കറ്റ് വരുന്നത്. മാർക്കറ്റ് ഒരുപക്ഷെ കുറച്ചും കൂടി ഇറങ്ങിയിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ മുകളിലോട്ട് കയറി പോവാം. ഇങ്ങനെ ഒരു പോക്ക് പോവാം. എവിടെ നിന്ന് പോകുന്ന സമയത്ത് ഒരു പ്രൈസ് ആക്ഷൻ തന്നിട്ടായിരിക്കും കൂടുതൽ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് കുറച്ച് ചെറിയ സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്തതിൽ നിന്ന് വീണ്ടും ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി വരാം. അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഏരിയ, അതായത് ഇക്വേഷൻ കിട്ടിയ ഒരു ചെറിയ ഇംബാലൻസ് എടുത്ത ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരാം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫോർ അവറിൽ ഈ രണ്ട് ഗ്യാപ്പിന്റെ ഉള്ളിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലോട്ട് പോയതിനു ശേഷം ഇവിടെ നിന്ന് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. എങ്കിൽ ഒരു സെൽ എൻട്രി എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഏരിയയുടെ ഉള്ളിൽ നിന്നായിരിക്കും. ഇവിടെ നിന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ടുള്ള പ്രൈസ് ആക്ഷൻ വേണം. അതുപോലെ തന്നെ കൺഫർമേഷൻ വേണം, അഡീഷണൽ കൺഫർമേഷൻ വേണം. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത്, ബൈ എൻട്രി ഇപ്പോ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈ എൻട്രി ഇനി നോക്കുന്ന ഏരിയ ഇങ്ങോട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകുന്ന സമയത്തായിരിക്കും ബൈ എൻട്രി എടുക്കുക. അപ്പോഴും ആദ്യ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. രണ്ടാമത്തെ ടാർഗറ്റ് ഇതിന്റെ മുകളിലാണ്. അപ്പൊ ഇത് ഇങ്ങനെയാണ്, ഈ രണ്ട് ഏരിയയിൽ നിന്നാണ് ബൈ എൻട്രി സെൽ എൻട്രി നോക്കുന്നത് ഫോർ അവറിൽ വരുന്ന സമയത്ത്. എന്നാൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം സ്കാൽപ്പിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതിന് ആദ്യമായിട്ട് വൺ അവറിലേക്കാണ് പോകുന്നത്. വൺ അവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ നമ്മൾ വരച്ച ഇംബാലൻസിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ആ ഗ്യാപ്പ് അപ്പ് ഏരിയയിൽ ഫില്ല് ചെയ്യാനാണ് മാർക്കറ്റ് വരുന്നത്. ഫില്ല് ചെയ്യുന്ന പ്രതീക്ഷിക്കാം. ഫില്ല് ചെയ്ത് ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു ഇത് തന്നിരിക്കുന്നത്. ഫില്ല് ചെയ്ത് മാർക്കറ്റ് ചിലപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത്. അത് ഫില്ല് ചെയ്ത് സഡൻലി ചിലപ്പോൾ നിൽക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു ക്യാൻഡിലോ രണ്ട് ക്യാൻഡിലോ എങ്ങാനും ഈ ഗ്യാപ്പിന്റെ ഉള്ളിൽ നിന്നതിന് ശേഷമായിരിക്കാം താഴോട്ടേക്ക് വരിക. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്യാൻഡിൽ ഇങ്ങനെ നിന്നതിന് ശേഷമായിരിക്കും മുകളിലോട്ട് പോവുക. എനിവേ ഇന്ന് ന്യൂസുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കൂടുതലും കൺസോൾട്ടേഷൻ ആവാനാണ് സാധ്യത. ഒരു വലിയൊരു മൂവ്മെന്റ് കിട്ടുമോ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഒന്നും കൂടി നോക്കാം. 50 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിമിലാണ് വന്നിരിക്കുന്നത്. 50 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിൽ നിന്ന് വന്ന് കഴിഞ്ഞ് സപ്പോർട്ട് എടുത്തൊരു കൺസോളേഷനാണ്. കൺസോളേഷൻ വന്നതിന് ശേഷം സ്ട്രക്ചറൽ ചേഞ്ച് തന്നിട്ടുണ്ട്. നമുക്ക് 50 മിനിറ്റ്സിന്റെ സ്ട്രക്ചറൽ ചേഞ്ച് വന്നിട്ടുണ്ട്.
എവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തു കഴിഞ്ഞ് ഒരു പ്രൈസ് ആക്ഷൻ കാണിക്കുകയാണ്, അല്ലെങ്കിൽ സ്ട്രക്ചർ ബ്രേക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ കാണിക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈ എടുക്കാം. ബൈ എടുക്കുകയാണെങ്കിൽ ഇവിടെ വരെ മിനിമം നമുക്ക് വെക്കാം, ഇതിന്റെ ടോപ്പിൽ മിനിമം വരെ നമുക്ക് വെക്കാം. പക്ഷെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് താഴോട്ടേക്കും മുകളിലേക്കും പോകാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ കാണിക്കണം. ചെറിയ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ്സിലോ അല്ലെങ്കിൽ 3 മിനിറ്റ്സിലോ സ്ട്രക്ചറൽ ചേഞ്ച് തരണം. സ്ട്രക്ചറൽ ചേഞ്ച് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടം വരെ ഒരു ടാർഗറ്റ് വെക്കാം. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ആ ഇംബാലൻസ് ഫില്ല് ചെയ്യാതെ കിടക്കുന്നുണ്ട്. പക്ഷെ അവിടം വരെ വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. എനിവേ, ഇത്രയാണ് ഇപ്പോ മാർക്കറ്റിലെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇതിൽ തന്നെ കൃത്യമായ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് പാറ്റേൺസും അതുപോലെ തന്നെ ലൈവ് മാർക്കറ്റിൽ ക്രിയേറ്റ് ആവുന്ന പാറ്റേൺസും അതുപോലെ തന്നെ തരുന്ന പ്രൈസ് ആക്ഷൻ നോക്കിയതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അനാലിസിസുകളിൽ എപ്പോഴും സാധ്യതകളെ കുറിച്ച് മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ഇതുപോലെ സാധ്യതകളെ കുറിച്ച് എൻട്രി എടുക്കാനും അതുപോലെ തന്നെ പുതിയ പുതിയ ഐഡിയാസ് പഠിക്കാനും നല്ല രീതിയിൽ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം. ഈ വരുന്ന ജൂലൈ 27 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.